ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ കീം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കീമിന് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്ന് വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ എങ്ങനെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് മിനിമം ടൈമിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇതൊരു ട്രിക്കാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ട്രിക്കാണ്, പക്ഷേ ഇതിന് കൃത്യമായ സബ്ജക്റ്റ് ബൗണ്ടിങ് ഉണ്ട്. ഇതിന് എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ട്വിസ്റ്റുകൾ ഇതിനകത്ത് വന്നാൽ പോലും നിങ്ങൾക്ക് ഇതേ മെത്തേഡിനെ തന്നെ മോഡിഫൈ ചെയ്ത് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ആശയം എന്നുള്ളതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ വരാം, സമയം കളയുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന റിസൾട്ടാണ് Z ഇൻറ്റു Z ബാർ ഇസ് ഈക്വൽ ടു മോഡ് Z സ്ക്വയർ. ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ തന്നെ കോഞ്ചുഗേറ്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയറാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ പ്രൂഫ് എന്നൊന്നും പറയുന്നത് ഒരു വിഷയമുള്ള കാര്യമേ അല്ല. ലെറ്റ് Z ഇസ് ഈക്വൽ ടു x plus iy or a plus ib. അപ്പോൾ z bar ഓട്ടോമാറ്റിക്കലി x മൈനസ് iy ആവും. സോ z ഇൻറ്റു z ബാർ ഇസ് ഈക്വൽ ടു x പ്ലസ് iy ഇൻറ്റു x മൈനസ് iy. ഇതൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. x പ്ലസ് iy ഈസ് ദി a പ്ലസ് ബി ആൻഡ് x മൈനസ് iy ഈസ് ദി a മൈനസ് ബി. വി നോ ദാറ്റ് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഈസ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ x സ്ക്വയർ മൈനസ് ഓഫ് iy ദ ഹോൾ സ്ക്വയർ ആവും. അപ്പോൾ ഈ i സ്ക്വയർ മൈനസ് കൊണ്ടാണ് നമുക്കറിയാം ആ മൈനസ് മൈനസ് കൂടെ പോസിറ്റീവ് ആവും. സോ വി വിൽ ഗെറ്റ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. We know that if z is equal to x plus iy, NCERT തന്നെ പറയുന്നുണ്ട് മോഡുലസ് ഓഫ് z എന്ന് പറയുന്നത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ്. റിയൽ പാർട്ട് സ്ക്വയർ, ഇമാജിനറി പാർട്ട് സ്ക്വയർ, എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോഡുലസ് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇതിനെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാക്കാം. x സ്ക്വയർ പ്ലസ് y സ്ക്വയറിന് റൂട്ട് ഇട്ട് കൊടുത്തു, ഒരു സ്ക്വയറും റൂട്ട് നമ്മൾ കയ്യിൽ നിന്ന് ഇട്ടു, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സ്ക്വയർ ഇട്ടു. ഈ ഉള്ളിലുള്ള റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ മോഡ് z ആണ്. അപ്പോൾ അതിനെ മോഡ് സെറ്റ് എന്ന് എഴുതുമ്പോൾ അപ്പോൾ ഇതൊരു വളരെ സത്യസന്ധമായ കാര്യമാണ്. Z ഇൻറ്റു Z ബാർ ഇസ് ഈക്വൽ ടു മോഡ് Z സ്ക്വയർ ആൻഡ് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ഇനിയിപ്പോൾ എൻട്രൻസിനൊന്നും നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ ഒരു ബോർഡ് പാസ്സാവണമെങ്കിൽ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സിൽ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു റിസൾട്ടാണ് ഇത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കീമിന് പല ആവൃത്തി പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പിന് ഒരു ടെക്നിക്ക് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ ഐഡിയ നമ്പർ 1, ഇഫ് മോഡ് Z ഇസ് ഈക്വൽ ടു 1, മോഡ് Z 1 ആണെങ്കിൽ Z ഇൻറ്റു Z ബാർ വിൽ ബി ഈക്വൽ ടു മോഡ് Z സ്ക്വയർ ആണ്. പക്ഷെ നമ്മളിവിടെ ഒരു അസംഷൻ എടുക്കുന്നുണ്ട്, കാരണം പല ക്വസ്റ്റ്യനിലും യൂണി മോഡുലാർ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. യൂണി മോഡുലാർ, അങ്ങനെ യൂണി മോഡുലാർ കോംപ്ലക്സ് നമ്പർ വരുന്ന പല ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ഈ മെത്തേഡ് നല്ല സക്സസ്ഫുള്ളി ഉപയോഗിക്കാം. സോ Z ഇൻറ്റു Z ബാർ മോഡ് Z സ്ക്വയർ ആകുമ്പോൾ Z ഇൻറ്റു Z ബാർ ഇസ് ഈക്വൽ ടു മോഡ് Z 1 ആണെന്നാണ് നമ്മൾ ഈ കേസിൽ അസ്യൂം ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് Z ബാർ ഇസ് ഈക്വൽ ടു Z ഇങ്ങോട്ടേക്ക് ഇട്ടാൽ 1/Z എന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നോക്കി വെക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു റിസൾട്ടിനകത്ത് നമുക്ക് 1 ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ 1നെ നമുക്ക് മോഡ് Z 1 ആണല്ലോ, അപ്പോൾ 1നെ നമുക്ക് മോഡ് Z സ്ക്വയർ 1 ഈക്വൽ ടു മോഡ് Z, അപ്പോൾ അത് തന്നെയായിരിക്കും മോഡ് Z സ്ക്വയർ. തുടർന്ന് അതിന് Z ബാർ എന്നൊക്കെ എഴുതാൻ പറ്റും. ഇഫ് മോഡ് Z ഈക്വൽ ടു 1, യൂണി മോഡുലാർ കോംപ്ലക്സ് നമ്പർ ആവുന്ന കേസിൽ ക്വസ്റ്റ്യനിലുള്ള ഒരു 1നെ നമുക്ക് മോഡ് Z എന്നോ അല്ലെങ്കിൽ മോഡ് Z സ്ക്വയർ എന്ന് നേരിട്ട് എഴുതിയാലും മതി. സോ ഇഫ് മോഡ് Z ഇസ് ഈക്വൽ ടു 1, മോഡ് Z സ്ക്വയർ വിൽ ബി ഓൾസോ 1. അപ്പോൾ നമുക്ക് Z ബാർ ഈക്വൽ ടു 1, അതാണല്ലോ ഇപ്പോൾ ഇവിടെ എഴുതിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ല, ക്വസ്റ്റ്യനകത്തുള്ള ഒരു 1നെ നമ്മൾ തിരിച്ച് മോഡ് Z സ്ക്വയർ എന്ന് എഴുതുക, എന്നിട്ട് ആ മോഡ് Z സ്ക്വയറിന് Z ബാറിന് റീപ്ലേസ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഐഡിയ. അപ്പോൾ എനിവേ അതുവഴി നമുക്ക് കിട്ടുന്ന രണ്ട് റിസൾട്ടുകൾ നോക്കാം. ഒന്ന്, ഇഫ് മോഡ് Z ഇസ് ഈക്വൽ ടു 1, മോഡ് Z 1 ആണെങ്കിൽ 1 പ്ലസ് Z ഡിവൈഡഡ് ബൈ 1 പ്ലസ് Z ബാർ അല്ല, നമ്മൾ കണ്ടു. ഇഫ് മോഡ് Z ഈസ് 1, അതായത് ഇത്രയും സീക്വൻസ് പ്രകാരം Z ബാർ ഈക്വൽ ടു 1/Z ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് Z ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഈ Z ബാറിന് പകരം നമുക്ക് 1/Z എന്ന് കൊടുക്കാം. അതാണ് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള കാര്യം. Z ബാർ ഈസ് മോഡ് Z സ്ക്വയർ. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. മോഡ് Z 1 ആവുന്ന സമയത്ത് Z ബാർ 1 ആവും. സോ Z ബാർ കുഡ് ബി റിട്ടൺ ആസ് 1/Z. ഫോർ എ യൂണി മോഡുലാർ കോംപ്ലക്സ് നമ്പർ ഇറ്റ്സ് കോഞ്ചുഗേറ്റ് ആൻഡ് റെസിപ്രോക്കൽ ആർ സെയിം. കോഞ്ചുഗേറ്റിന് പകരം റെസിപ്രോക്കൽ എഴുതാം, റെസിപ്രോക്കലിന് പകരം കോഞ്ചുഗേറ്റ് എഴുതാം. ഇതൊക്കെ ചെയ്യാം. ഇനി മുകളിലും താഴെ നമ്മളൊരു Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ Z ഇൻറ്റു 1 പ്ലസ് Z ആവും. താഴെ ഇവിടെ Z മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 Z ആവും, 1/Z 1 ആവും. അപ്പോൾ ഇത് 1 പ്ലസ് Z, ഇത് Z/1, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് Z തന്നെയാണ് കിട്ടുന്നത്. സോ വാട്ട് ഇസ് എ തേർഡ് ഐഡിയ? അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇവിടെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. For in general, Z into Z bar is equal to mod Z square. If mod Z is equal to 1, അഥവാ യൂണിമോഡുലാർ, അങ്ങനെ യൂണിമോഡുലാർ കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ ഒരു ഐഡിയ Z ബാർ is equal to 1/Z. രണ്ടാമത്തെ ഐഡിയ 1 പ്ലസ് Z ഡിവൈഡഡ് ബൈ 1 പ്ലസ് Z ബാർ is equal to Z itself. ഇത്രയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ദിസ് ഈസ് ഇൻ ജനറൽ. ഇതെല്ലാ കോംപ്ലക്സ് നമ്പറുകൾക്കും വർക്ക് ആവും. യൂണി മോഡുലാർ ആവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇതാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തത്. ഇനി ക്വസ്റ്റ്യനകത്ത് മോഡ് Z 1 ആണെന്നോ അല്ലെങ്കിൽ മോഡ് Z 1 ആണെന്നുള്ള എന്തെങ്കിലും ഹിൻഡോ നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് Z ബാറിനെ 1/Z എന്ന് എഴുതാം. അതുപോലെ 1 പ്ലസ്, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, 1 പ്ലസ് Z ബൈ 1 പ്ലസ് Z ബാർ ഈക്വൽ ടു Z. ദാറ്റ്സ് ഓൾ.
ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യനിൽ വരുന്നത്, ഈ ഒരു ഐഡിയ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻസ് കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം, അങ്ങനെ അങ്ങോട്ടേക്ക് പോവാം. കീമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. 10ഓളം ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. എല്ലാം അങ്ങ് സോൾവ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഈ ഒരു ഐഡിയ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ഇതാണ് ആദ്യത്തെ ചോദ്യം. 1 - i ഡിവൈഡഡ് ബൈ 1 + i. അപ്പോൾ ഈ -iക്ക് നമ്മൾ ഒരു z എന്ന് പേര് കൊടുക്കുക. ലെറ്റ് z = മുകളിൽ കിടക്കുന്ന -i. അപ്പോൾ z ബാർ ആണ് i. ഐൻ്റെ കോഞ്ചുഗേറ്റ് ആണ് i ബാർ, i ബാറിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് i. ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് ബേസിക്കലി ഏത് ഫോമിലാണ്? 1 - i ഡിവൈഡഡ് ബൈ 1 + i ഈസ് ബേസിക്കലി ഇൻ ദ ഫോം. ഈ -iക്ക് നമ്മൾ z എന്ന് പേര് കൊടുത്തു, താഴെയുള്ള +i z ബാറുമാണ്. അപ്പോൾ ഇത് 1 + i ഡിവൈഡഡ് ബൈ 1 + z ബാറാണ്. 1 + z ഡിവൈഡഡ് ബൈ 1 + z ബാറാണ്. ഇത് z ആണെന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. മോഡ് i 1 ആണല്ലോ. നമ്മൾ ഈ -iക്ക് നമ്മൾ z എന്ന് കൊടുക്കുകയാണ്. and we are getting mod z is equal to mod - i equal to 1. അപ്പോൾ ഇത് യൂണിമോഡുലാർ കോംപ്ലക്സ് നമ്പർ ആണ്. യൂണിമോഡുലാർ കോംപ്ലക്സ് നമ്പർ ആണെന്ന് മാത്രമല്ല ഇത് 1 + z ബൈ 1 + z ബാർ ഫോമിലാണ്. അപ്പോൾ അത് z തന്നെയാണ്. z നമ്മൾ കൊടുത്ത പേര് -i എന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇത് ഇത്രയും വലിയ എക്സ്പ്രഷൻ ഒന്നും അവിടെ ഇല്ല. അതൊരു -i raised to 10 is equal to a + ib ആണ്. മൈനസ് raised to 10 നെഗറ്റീവിന് ഈവൻ പവർ വന്നാൽ അത് പോവും. സോ ഇത് i raised to 10 equal to a + ib ആണ്. i raised to 10 എന്താ നമുക്കറിയാലോ. i raised to 8 + 2. i raised to 8 1 ആണ്. അപ്പോൾ i raised to 10 എന്ന് പറയുമ്പോൾ i² ആവും. i² equal to -1 equal to a + ib. ഈ -1ന് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പോൾ നമുക്ക് -1 + 0i എന്ന് പറയുന്ന ഫോമിലാക്കാം. ഇപ്പോൾ ഇത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിലുള്ള ഇക്വാലിറ്റി ആണ്. സോ റിയൽ പാർട്ട് ടു റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ടു ഇമാജിനറി പാർട്ട്. സോ a equal to -1 and b equal to 0. a and b are എന്നാണ് ചോദ്യം. യെസ്, -1 and 0 is there in option C. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് സമയം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ ഇത് വളരെ എഫിഷ്യൻ്റ് ആണ്. ഇത് കഴിഞ്ഞ വർഷം 2024 ചോദിച്ച ചോദ്യമാണ്. ഇത് നോക്കൂ, ദ മോഡുലസ് ഓഫ് 1 + i ഡിവൈഡഡ് ബൈ 1 - i. ഇതേ ലോജിക്ക്. i ആണ് നമ്മൾ z, -i z ബാർ. മോഡ് i 1 ആണ്. സോ 1 + z ബൈ 1 + z ബാർ. ഇത് z തന്നെയാണ് എന്ന് വെച്ചാൽ അയാൾ i ആണ്. മൈനസ് ഓഫ് ഇവിടെ -i ആണ് z, i ആണ് z ബാർ. സോ അഗെയിൻ 1 + i ഡിവൈഡ് ബൈ 1 + z ബാർ. അത് -i ആവും. സോ i മൈനസ് ഓഫ് -i 2i ആണ്. 2iൻ്റെ മോഡുലസ് 2 തന്നെയാണ്. ഒട്ടും സമയം എടുക്കില്ല. നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് 1 + z ബൈ 1 + z ബാർ വേർ മോഡ് z equal to 1 ഈ ഒരു സാധനം മനസ്സിലുണ്ടായാൽ മതി. അടുത്ത ചോദ്യം നോക്കൂ. z1 and z2 are two complex numbers such that mod z1 is equal to 1. ഈ ക്വസ്റ്റിനകത്ത് ഇവിടെ ആക്ച്വലി NCERT-ലുണ്ട്. ആൽഫയും ബീറ്റയൊക്കെ വെച്ചുകൊണ്ട് ഈ ചോദ്യം NCERT ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. മിസലേനിയസിലാണ്. ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല. NCERT കുറേ തവണ റിവൈസിങ്ങിനൊക്കെ വിധേയമായി. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് NCERT-ലെ മിസലേനിയസിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു. ഇവിടെ വളരെ ഈസിയാണ്. മോഡ് z1 equal to 1 ആണ് എന്ന് വെച്ചാൽ മോഡ് z1 സ്ക്വയർ 1 തന്നെയാണ്. ഇതിനൊന്ന് സ്ക്വയർ ചെയ്തു. ഈ മോഡ് z1 സ്ക്വയറിനെ z1 ബാർ എന്ന് എഴുതാം. mod z² equal to zz ബാർ അല്ലെങ്കിൽ zz ബാർ equal to mod z². അത് ഉപയോഗിച്ചുകൊണ്ട് അത് പ്രകാരം ഇതെന്താവും? മോഡുലസ് ഓഫ് z1 - z2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഈ 1ന് പകരം z1 ബാർ മൈനസ് z2 ബാർ. ഇതാണ് ഇവിടുത്തെ കീ ഐഡിയ. ഇനി ഇവിടെ ഈ മോഡുലസ് ഓഫ് z1 - z2 അവിടെ കിടന്നോട്ടെ. ഇവിടെ മോഡ് z1, ഇവിടെ z1 ഉണ്ട്, അത് രണ്ടിന്നും z1ന് നമുക്ക് കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് മോഡുലസ് ഓഫ് z1 ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് z1 ബാർ മൈനസ് z2 ബാർ. ഇനി നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിൽ ടെക്സ്റ്റിലൊക്കെ പഠിക്കുന്ന കാര്യം തന്നെ. മോഡുലസ് ഓഫ് z1 ബാർ മൈനസ് z2 ബാർ എന്ന് പറഞ്ഞാൽ z1 - z2 ദ ഹോൾ ബാർ ആവും. മോഡുലസ് ഓഫ് z ബാർ ഈക്വൾ ടു മോഡ് z തന്നെയാണ്. അപ്പോൾ അതൊക്കെ ക്യാൻസൽ ആയിട്ട് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് കാണാം. അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും. സോ ഇവിടെ 1/mod z1 എന്ന് വരും. മോഡ് z1 1 ആണെന്ന് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് 1/1 equal to 1ൽ ചെന്ന് അവസാനിക്കും. ഇവിടെ കുറച്ച് ട്രിക്കിയാണ്. z1 ബാർ മോഡുലസ് ഓഫ് z1 ബാർ മൈനസ് z2 ബാറിനെ നമുക്ക് മോഡുലസ് ഓഫ് z1 - z2 ദ ബാർ എന്ന് എഴുതാം. അത് കോഞ്ചുഗേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. NCERT-ലെ പ്രോപ്പർട്ടീസ് ഓഫ് കോഞ്ചുഗേറ്റ്സ് ആ ഭാഗം റെഫർ ചെയ്താൽ മതി. എന്നിട്ട് ഈ മോഡുലസ് പോകും. അതിൻ്റെ റീസൺ മോഡുലസ് ഓഫ് z ബാർ എന്ന് പറയുന്നത് മോഡ് z തന്നെയാണ്. അപ്പോൾ ഇത് മോഡുലസ് ഓഫ് z1 - z2 ദ ഹോൾ ആ ബാർ എടുത്ത് ഒഴിവാക്കാം. അപ്പോൾ ഇത് മോഡുലസ് ഓഫ് z1 - z2 തന്നെയാവും. മോഡുലസ് ഓഫ് z1 - z2 ഓൾറെഡി ന്യൂമറേറ്ററിലുണ്ട്. സോ ദീസ് ടു ആർ ബേസിക്കലി സെയിം. ക്യാൻസൽ ആവും. 1/mod z1 ഫോളോഡ് ബൈ 1. ഓക്കെ, എനിവേ എൻ്റെ പോയിന്റ് ഇതാണ്. നമുക്ക് ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ യൂണിമോഡുലാർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഒരു 1ന് പകരം നമുക്ക് മോഡ് z² എന്നും ഫോളോഡ് ബൈ zz ബാർ എന്നും എഴുതാൻ പറ്റും. അത് ഓർത്ത് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ സോൾവ് ആകും. ഇവിടെ നോക്കൂ, z ഈസ് എ കോംപ്ലക്സ് നമ്പർ വിത്ത് യൂണിറ്റ് മോഡുലസ്. എന്നിട്ട് മോഡുലസ് ഓഫ് 1 + z ഡിവൈഡ് ബൈ 1 + z ബാർ. യൂണിറ്റ് മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡ് z equal to 1 ആണ്. മോഡ് z 1 ആകുമ്പോൾ 1 + z ബൈ 1 + z ബാർ z തന്നെയാണ്. അപ്പോൾ ഈ സാധനം നേരെ വന്ന് മോഡ് z ആവും. തുടക്കത്തിലേ പറയുന്നുണ്ട് z-ന്റെ മോഡുലസ് 1 ആണ്. അപ്പോൾ ഇത് നേരെ 1 തന്നെ ഉണ്ടോ? ഒന്നും ചെയ്യേണ്ടതില്ല. ഗോ ടു നെക്സ്റ്റ്. എന്താണ് ചോദ്യം?
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 1. 1 പ്ലസ് എ മൈനസ് ഐ ബി ഡിവൈഡ് ബൈ 1 പ്ലസ് എ പ്ലസ് ഐ ബി. കണ്ടോ, 1 പ്ലസ് സെഡ്, ഈ എ മൈനസ് ഐ ബിനെ സെഡ് എന്ന് വിളിക്കുക. അപ്പോൾ എ പ്ലസ് ഐ ബി സ്വാഭാവികമായിട്ട് സെഡ് ബാർ ആവും. എ മൈനസ് ഐ ബി സെഡ് ആണെങ്കിൽ എ മൈനസ് ഐ ബിന്റെ കോൺജുഗേറ്റ് ആണ് എ പ്ലസ് ഐ ബി. തിരിച്ചും മുകളിൽ എ പ്ലസ് ഐ ബി താഴെ എ മൈനസ് ഐ ബി ആണെങ്കിലും ഈ ക്വസ്റ്റിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നും വരാനില്ല. ചെയ്യുന്ന പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെയായിരിക്കും. അപ്പോൾ നോക്കൂ, ലെറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എ മൈനസ് ഐ ബി. സോ മോഡ് സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ തന്നെയാണ്. എ പ്ലസ് ഐ ബിന്റെ മോഡുലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എ മൈനസ് ഐ ബിന്റെ അങ്ങനെ തന്നെയാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1 ആണെന്ന് ഇവിടെ തന്ന സ്ഥിതിക്ക് ഇത് 1 ആണ്. സോ മോഡ് സെഡ് ഇസ് 1. മോഡ് സെഡ് 1 ആണെങ്കിൽ ഈ സാധനം അത് 1 പ്ലസ് സെഡ് ഡിവൈഡഡ് ബൈ എ പ്ലസ് ഐ ബി സെഡ് ബാർ ആവും. ഇതാണല്ലോ നമ്മൾ പഠിച്ചത്. ഇഫ് മോഡ് സെഡ് ഇസ് 1 then 1 plus z by 1 plus z bar equal to z തന്നെയാണ്. ആർക്കാ നമ്മൾ z എന്ന് പേര് കൊടുത്തത്? എ മൈനസ് ഐ ബി. എ മൈനസ് ഐ ബി ഓപ്ഷൻ ഉണ്ടോ? ഇറ്റ് ഈസ് ദർ ഇൻ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റിയൽ പാർട്ട് ഓഫ് 1 പ്ലസ് ഐ ഡിവൈഡ് ബൈ 1 മൈനസ് ഐ, ഈ ഭാഗം ഐ തന്നെയാണ്. ഈ 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ 1 പ്ലസ് സെഡ് ബൈ 1 പ്ലസ് സെഡ് ബാർ ഫോമിലാണ്. അത് ഐ ആവും. ഇത് പക്ഷേ അങ്ങനെ സോൾവ് ചെയ്യാനാവില്ല. അപ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 പ്ലസ് ഐ 2 മൈനസ് ഐൻ്റെ കോൺജുഗേറ്റ് താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ താഴെ 2 പ്ലസ് സെഡ് ഇൻറ്റു സെഡ് ബാർ വരും. സെഡ് ബാർ മോഡ് സെഡ് സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ 2 പ്ലസ് ഐ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെഡ് ബാർ ആണ്. സെഡ് ബാർ മോഡ് സെഡ് സ്ക്വയർ ആണ്. മോഡ് സെഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 5ൻ്റെ സ്ക്വയർ 5 എന്ന് വരും. കഴിഞ്ഞു. ഇത് എക്സ്പാൻഡ് ചെയ്യുക, ഐ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഐ ഇൻറ്റു ഇയാളെ എക്സ്പാൻഡ് ചെയ്താൽ 4 മൈനസ് 1 ഐ സ്ക്വയർ മൈനസ് 1 പ്ലസ് 4i ഡിവൈഡഡ് ബൈ 5. അതായത് ഐ ഇൻറ്റു 4 മൈനസ് 1 3 പ്ലസ് 4i ഡിവൈഡഡ് ബൈ 5. ഈ ഐ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 4i ഇൻറ്റു ഐ മൈനസ് 4/5 പ്ലസ് 3/5 ഐ എന്ന് പരമാവധി സിംപ്ലിഫൈ ചെയ്യാം. സോ റിയൽ പാർട്ട് എന്താണെന്നാണ് ചോദ്യം. ഈ കോംപ്ലക്സ് നമ്പർ ഫൈനൽ ഫോമിൽ മൈനസ് 4/5 റിയൽ പാർട്ടും 3/5 ഇമാജിനറി പാർട്ടുമാണ്. സോ മൈനസ് ഓഫ് 4/5 is there in option D. Let us go to next question. Let z be a non-zero complex number such that z is equal to 16 by z bar. ഒന്നും ചെയ്യാനില്ല, z bar നേരെ ഇങ്ങോട്ടേക്ക് എടുക്കുക. So ഇത് z into z bar equal to 16 ആവും. We know that z bar is mod z square. Mod z square equal to 16. Mod z root of x square plus y square ആണ്. ഇത് mod z square ആയതുകൊണ്ട് ഇത് x square plus y square equal to 16 ആവും. കോണി സെക്ഷൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. x square plus y square equal to ഈ 16 ഇനി കണ്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 4 square ആക്കുക. So this is basically in the form x square plus y square equal to r square. It's a circle center at origin and radius 4. Any circle of radius 4 wrongly നമ്മൾ ബബിൾ ചെയ്ത് പോകുന്ന കാരണം എനി ഉള്ളതുകൊണ്ട് ഇത് തെറ്റാണ്. സോ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ. പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സർക്കിൾ സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 4 അതായിരുന്നു ഏറ്റവും നല്ലത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ലത് ഓപ്ഷൻ ഇ ആണ്. സോ ഇതിന് സ്ട്രേറ്റ് ലൈൻ ആണ്, ഉറപ്പായിട്ടും തെറ്റാണ്. പാരബോളയാണ്, എലിപ്സ് ഒന്നുമല്ല. സർക്കിളാന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതിൽ ഏതാണെന്നുള്ളതേ തർക്കമുള്ളൂ. ഈ എനി ഇല്ലായിരുന്നെങ്കിൽ ഇത് ഓക്കെയാണ്. സർക്കിൾ ഓഫ് ഇത് ഇല്ല എന്ന് വിചാരിക്കുക. സർക്കിൾ ഓഫ് റേഡിയസ് 4 ആണെങ്കിൽ ശരിയാണ്. ദിസ് ഇസ് എ സർക്കിൾ ഓഫ് റേഡിയസ് 4. ഇനി അതൊന്നല്ല നമ്മളെ വിഷയം. ഈ സെഡും ഇവിടെ സെഡ് ബാറും കാണുമ്പോൾ അത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സെഡ് ഇൻറ്റു സെഡ് ബാർ വരും. സെഡ് ബാർ മോഡ് സെഡ് സ്ക്വയർ ആണ്. അതാണ് കാര്യം. സോ ലെറ്റ് us go to next question. മോഡുലസ് ഓഫ് നോക്കൂ 1 പ്ലസ് ഐ ഡിവൈഡ് ബൈ 1 മൈനസ് ഐ ആണെന്ന് ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞു. സോ ദിസ് ഇസ് ഐ റൈസ് ടു 75 മൈനസ് ഓഫ് 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ. അവിടെ സെഡിനെ മൈനസ് ഐ ആയിട്ടും താഴെയുള്ള പ്ലസ് ഐനെ സെഡ് ബാറും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇയാൾ മൈനസ് ഐ ഹോൾ റൈസ് ടു 75 ആവും. ഇവിടെ നെഗറ്റീവ് പുറത്തേക്ക് വരുമ്പോൾ ഐ റൈസ് ടു 75 പ്ലസ് ഐ റൈസ് ടു 75 ആവും. ഐ റൈസ് ടു 75 ഐ 75ൻ്റെ തൊട്ട് താഴെയുള്ള ഐൻ്റെ പവർ 4ൻ്റെ പവർ 72 പ്ലസ് 3 മൈനസ് ഐ. ഇതും മൈനസ് ഐ. സോ മൈനസ് ഐ മൈനസ് ഓഫ് 2i. മൈനസ് ഓഫ് 2iൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ -2 എടുക്കരുത്. മോഡുലസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. മോഡുലസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, സോ ലെറ്റ് us go to next question. Z1 and Z2 are two different complex numbers such that mod Z2 ഇത് നേരത്തെ ചെയ്ത അതേ ചോദ്യം തന്നെ വേറൊരു ഇയറിൽ 2022 ചോദിച്ചതാണ്. മോഡ് Z2 1 ആണെങ്കിൽ മോഡ് Z2 സ്ക്വയർ 1 തന്നെ ആയിരിക്കും. മോഡ് Z2 സ്ക്വയറിന് Z2 ബാർ ഈക്വൽ ടു 1 എന്നാക്കാം. എന്നിട്ട് ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു 1 കാണാനുണ്ട്. ആ 1ന് പകരം നമ്മൾ എന്ത് എഴുതും? Z2 ബാർ മൈനസ് ഓഫ് Z1 ബാർ Z2 ഓൾ ഡിവൈഡഡ് ബൈ മോഡുലസിൻ്റെ ഓൾ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z1 മൈനസ് Z2. നേരത്തെ പറഞ്ഞ അതേ ആശയം. ഇവിടെ Z2 ഉണ്ട്, ഇവിടെ Z2 ഉണ്ട്. അതിന് കോമൺ ഫാക്ടർ എടുത്താൽ മോഡുലസ് ഓഫ് Z2 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 ബാർ മൈനസ് Z1 ബാർ ഓൾ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z1 മൈനസ് Z2. ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഈ Z2 ബാർ മൈനസ് Z1 ബാറിനെ Z2 മൈനസ് Z1 ദി ഹോൾ ബാർ എന്ന് എഴുതാം. മോഡുലസ് ഉള്ളതുകൊണ്ട് ആ ബാർ ഒഴിവാക്കാം. മോഡ് ഓഫ് Z ബാർ ഈക്വൽ ടു മോഡ് Z തന്നെയാണ്. അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് Z2 മൈനസ് Z1, ഇവിടെ മോഡുലസ് ഓഫ് Z1 മൈനസ് Z2. അതൊന്നും ഒരു പ്രശ്നമല്ല. മോഡ് ഉള്ളതുകൊണ്ട് Z1 മൈനസ് Z2 Z2 മൈനസ് Z1 ഒക്കെ ഒന്ന് തന്നെയാവും. അപ്പോൾ ആൻസർ ഇത് മോഡ് Z2ലേക്ക് ചുരുങ്ങും. അവിടെ നിന്നാണല്ലോ ചോദ്യത്തിൻ്റെ തുടക്കം. മോഡ് Z2 1 ആണ്. നമ്മൾ ഓൾറെഡി യൂട്ടിലൈസ് ചെയ്ത ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഈ മോഡ് Z2 വീണ്ടും 1 തന്നെയാവും. ഓപ്ഷൻ ഇ ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ Z is equal. ഇവിടെ നോക്കൂ 1 പ്ലസ് ഇത് Z ആണ്.
ഇത് സെഡ് ബാർ ആണ്. സൈൻ പൈ മൈനസ് ഐ കോസ് പൈൻ്റെ കോഞ്ചുഗേറ്റ് ആണ് സൈൻ പൈ പ്ലസ്. ഈ മൈനസിന് വരെ പ്ലസ് ആക്കിയാൽ അങ്ങനെയാണല്ലോ നമ്മൾ കോഞ്ചുഗേറ്റ് എടുക്കുക. എ പ്ലസ് ഐ ബിനെ എ മൈനസ് ഐ ബി ആക്കുക, എ മൈനസ് ഐ ബി ആണെങ്കിൽ എ പ്ലസ് ഐ ബി ആക്കുക. ദിസ് ഇസ് ഹൗ വി ടേക്ക് ദ കോഞ്ചുഗേറ്റ്. ഈ സൈൻ പൈ പ്ലസ് ഐ കോസ് പൈ ഒരു പോളാർ ഫോമിലുള്ള കോംപ്ലക്സ് നമ്പർ ആണ്. അതുകൊണ്ട് അവിടെ വേറെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ആറൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊരു യൂണിമോഡുലാർ കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പോൾ ഇത് സെഡ്, ഇത് സെഡ് ബാർ എന്തായിരുന്നു? ഫോർ എ യൂണിമോഡുലാർ കോംപ്ലക്സ് നമ്പർ 1 + z ഡിവൈഡഡ് ബൈ 1 + z ബാർ ഈക്വൽ ടു z തന്നെയാണ്. z എന്ന് പറയുന്നത് സൈൻ പൈ മൈനസ് ഐ cos pi. We know that sin pi is 0, cos pi -1 ആണ്. പക്ഷേ മൈനസ് ഓഫ് മൈനസ് പോസിറ്റീവ് ആവും. സോ പ്ലസ് ഐ, നമ്മുടെ ഫൈനൽ ആൻസർ ഐ ആണ്. എന്നിട്ട് ചോദ്യം ഈ കോംപ്ലക്സ് നമ്പറിന്റെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആണ്. ഐൻ്റെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് π/2 ആണ് എന്നൊക്കെ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിയുന്നുണ്ടാവണം ഇതിനോടകം. കാരണം ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഇവിടെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഈ ഒരു വെക്ടർ, ഈ ഒറിജിനിൽ നിന്ന് ഈ ഐയിലേക്ക് വരക്കുന്ന വെക്ടർ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രീൻ്റെ റേഡിയൻ ആണ് π/2. അപ്പോൾ നമ്മൾ കോർ ഐഡിയ എന്ന് പറയുന്നത് ഈ സൈൻ പൈ മൈനസ് ഐ കോസ് പൈ ഒരു യൂണിമോഡുലാർ കോംപ്ലക്സ് നമ്പർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഫോമിലുള്ള എല്ലാ കോംപ്ലക്സ് നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഒരു യൂണിമോഡുലാർ കോംപ്ലക്സ് നമ്പറിന് 1 + z ബൈ 1 + z ബാർ ആണെന്ന് മനസ്സിലാക്കുക. ദാറ്റ്സ് ഓൾ. സോ ലെറ്റ് us go to next question. ഇവിടെ നോക്കൂ, കോസ് π/12 പ്ലസ് ഐ സൈൻ π/12. ദിസ് ഇസ് എ കോംപ്ലക്സ് നമ്പർ ഇൻ പോളാർ ഫോം. R ഇല്ല, R 1 ആണ്. സോ ഇറ്റ്സ് എ യൂണിമോഡുലാർ കോംപ്ലക്സ് നമ്പർ. ഇത് z, ഈ താഴെ കാണുന്നത് 1 + ഇത് അതിൻ്റെ z ബാർ. അപ്പോൾ ഈ സാധനം വരിക കോസ് π/12 പ്ലസ് ഐ സൈൻ π/12 ഓൾ റൈസ് ടു 72 ആണ്. ഇനി ഇവിടെ ഡിമൂവിയർ തിയറം എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്യണം. അത് പലർക്കും സ്കൂളിലൊക്കെ ജസ്റ്റ് നിങ്ങൾ സ്കൂൾ ലെവലിൽ മാത്രമാണ് കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഫെമിലിയർ ആയിരിക്കില്ല. ചെറിയ രീതിയിൽ ഒരു കോച്ചിങ് ഒക്കെ കിട്ടിയ കുട്ടിക്കാണ് യൂളർ ഫോം, ഡിമൂവിയർ തിയറം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുക. സംഗതി ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഡീറ്റെയിൽ ചെയ്യുന്നില്ല. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഇതൊരു പോളാർ ഫോമിൽ കോംപ്ലക്സ് നമ്പർ ആണ്. ഇതിനെ ഓൾ റൈസ് ടു n എടുക്കണമെങ്കിൽ ഈ n ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കോസ് n തീറ്റ പ്ലസ് ഐ സൈൻ n തീറ്റ എന്ന് ചെയ്താൽ മതി. അങ്ങനെ ഈ 72 നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 72/12 കോസ് 6π പ്ലസ് ഐ സൈൻ 6π എന്ന് വരും. സൈൻ 6π 0 ആണ്, കോസ് 6π 1 തന്നെയാണ്. സോ ആൻസർ വിൽ ബി 1 itself, ഓപ്ഷൻ സി. സോ ലെറ്റ് us go to next question. Principal argument of the complex number. നോക്കൂ, 1 പ്ലസ് സൈൻ π/3 പ്ലസ് ഐ കോസ് π/3, സൈൻ π/3 മൈനസ് ഐ കോസ് π/3. അപ്പോൾ ഇത് യൂണിമോഡുലാർ കോംപ്ലക്സ് നമ്പർ ആണ്. ഇത് z, ഇത് z ബാർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 + z ഡിവൈഡ് ബൈ 1 + z ബാർ സൈൻ π/3 പ്ലസ് ഐ കോസ് π/3 തന്നെയാണ്. z ആണ് ആൻസർ വരിക. ഈ π/3 കണ്ടിട്ട് ചാടി കയറി π/3 ബബിൾ ചെയ്ത ആൻസർ തെറ്റും. ബിക്കോസ് ദിസ് ഇസ് നോട്ട് ഇൻ പോളാർ ഫോം. പോളാർ ഫോമിലാവണമെങ്കിൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഫോമിലേക്ക് മാറണം. എന്ന് വെച്ചാൽ ഈ സൈന് കോസും കോസ് സൈനും ആവണം. അത് നമ്മൾ ട്രിഗണോമെട്രിയിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ ടെക്നിക്കാണ് π/2 മൈനസ് തീറ്റ എന്ന് എഴുതുക. സൈൻ π/3 എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് 60 ഡിഗ്രി ആണ്. സൈൻ 60 ഡിഗ്രി, കോസ് 30 ഡിഗ്രി ആണ്. 30 ഡിഗ്രീൻ്റെ റേഡിയൻ കോസ് π/6. സൈൻ π/3 ഈസ് കോസ് π/6 പ്ലസ് ഐ കോസ് π/3 ഈസ് സൈൻ π/6. Now this is the principal argument, option B. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേറെയും ഈ കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ കീമിൻ്റെ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാം. JEE അതുപോലെ മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ഐഡിയ ആയതുകൊണ്ട് ഇതൊന്നും അവർ പൊതുവെ ക്വസ്റ്റ്യൻ ആക്കാറില്ല. കീം റിലേറ്റീവ്ലി ഈസി പരീക്ഷ ആയതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് ഇത് തപ്പിക്കഴിഞ്ഞാൽ ഈ ടൈപ്പൊക്കെ തിരഞ്ഞു പിടിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചേക്ക്. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.